ചിക്കൻ റോസ്റ്റ്, ചിക്കൻ പെരട്ട്, ചിക്കൻ കൊണ്ടാട്ടം, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ബോട്ടി, ആടുബോട്ടി, ലിവർ, ചപ്പാത്തി, പൊറോട്ട, പത്തിരി, ദോശ. മോനെ അടിപൊളി. അതെ സുഹൃത്തുക്കളെ, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടക്ക് അടുത്ത് മാപ്രാണം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഒരു ട്രിപ്പായിട്ട് ഇങ്ങനെ ഇരിഞ്ഞാലക്കുട വന്നതാണ്. അപ്പോൾ ഉച്ച സമയത്താണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കടയിൽ കയറി, ഹോട്ടലിൽ കയറിയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കൊച്ചു മോനുണ്ട്, 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനാട്ടോ. ഭയങ്കര ആക്റ്റീവാണ്, നല്ല രസകരമായിട്ടുള്ള സംസാരം, നല്ല ഭയങ്കര പക്വതയാർന്ന സംസാരം. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ആളുകളിട്ട് ഓർഡർ എടുക്കലും കാര്യങ്ങളൊക്കെ, അവൻ്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് പ്രൊമോഷനൊന്നുമില്ല കേട്ടോ, ആ പയ്യൻ്റെ ആ ഒരു സംഭവം സംസാരമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ നേരെ അവനൊന്ന് കാണാം. അപ്പോൾ അതേ സുഹൃത്തുക്കളെ, ഇവനാണ് ആള്. മോൻ്റെ പേരെന്താ? സാവന്ത് അല്ലേ? എത്രയിലാണ് പഠിക്കണേ? 5ല്. ഇത് ആരെയാണ് കട? അച്ഛൻ്റെ കടയാണ്. അച്ഛനും അമ്മയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ അല്ലേ? നിനക്ക് എന്താണ് ഇവിടെ റോള്? ഞാനിവിടെ സപ്ലയർ, പിന്നെ ക്യാഷിലിരിക്കും, പിന്നെ അച്ഛനും മറ്റേ പാത്രമൊക്കെ കഴിച്ചത് കൊടുക്കും. അപ്പൊ നീ ബാലവേലയല്ലേ ചെയ്യണേ? ഞാൻ ജസ്റ്റ് സഹായിക്കണുള്ളൂ, പണിയൊന്നും എടുക്കണില്ല. ഇല്ല, അതോ നമ്മുടെ അപ്പന്റെ കട അല്ലേ? അച്ഛനും അമ്മയും നടത്തുന്ന കടയിൽ നമ്മൾ വരും. അപ്പൊ സ്കൂളിൽ എത്രയല്ലേ പഠിക്കണേ? സ്കൂൾ 5ല്. എങ്ങനെ പഠിക്കാനൊക്കെ ഉഷാറാണോ? സ്കൂളില്ലാത്ത സമയങ്ങളിൽ കടയിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ സാവന്ത് പഠിക്കും അല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? മുറുക്കനാട്. വീട് ഇവിടെ തന്നെയാണോ? മുറുക്കനാട് തന്നെയാണോ? ഇത് എത്ര മണി വരെ ഉണ്ടാവും കട? ഇതൊരു 12:30 ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇതൊക്കെ എടുത്ത് വെച്ച് വരുമ്പോഴേക്കും സമയം ഒരു 2 മണിയൊക്കെ ആവും. രാത്രി 3 മണിയൊക്കെ ആവും. അതുവരെ മോൻ നിൽക്കൂടെ? ചിലപ്പോ നിൽക്കും, അല്ലെങ്കിൽ 2 മണിയൊക്കെ വരെ നിൽക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ബാലവേല ഒന്നുമല്ല. നീ നിന്നെ കൂടെ ചെയ്യിപ്പിക്കുന്നില്ലല്ലോ? സന്തോഷപൂർവ്വം. ഇവൻ ആള് ഭയങ്കര മിടുക്കനായിട്ട്. ഞാനിവിടെ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴാണ് ഈ മോൻ്റെ ഒരു പെരുമാറ്റം, ആളുകളോടുള്ള സംസാരം, ഓർഡർ എടുക്കാനൊക്കെ ഭയങ്കര ഒരു 10 ആൾ മെയിനാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ആരാണ് ഇവിടെ ഫുഡ് കുക്കിംഗ് ഒക്കെ? ആരാ കുക്കിങ്ങിന്? എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അവർ തന്നെ ചെയ്യുന്നത് അല്ലേ? അച്ഛൻ വെജും അമ്മ നോൺ വെജും ആണല്ലേ? എന്തൊക്കെയാ ഇവിടെ ഫുഡ് ആയിട്ട് ഐറ്റംസ് കഴിക്കാൻ എന്താ ഉള്ളത്? ഉച്ചക്ക് ഊണുണ്ട്, പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. ഇപ്പൊ നേരെ അടിക്കണില്ല. വൈകുന്നേരം ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ പെരട്ട്, ചിക്കൻ റോസ്റ്റ്, ബീഫ് ഫ്രൈ, ബോട്ടി, ആടുബോട്ടി, ലിവർ, പിന്നെ പൊറോട്ട, ചപ്പാത്തി, പത്തിരി, ദോശ, അതൊക്കെ ഉണ്ട്. നോക്കി, ഒരു A ക്ലാസ് പിന്നെ വെയിറ്റർ ഒരു ഹോട്ടലിൽ പറയുന്ന ലെവലിലാണ് പറയുന്നത്. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ചിക്കൻ റോസ്റ്റ്, ചിക്കൻ പെരട്ട്, ചിക്കൻ കൊണ്ടാട്ടം, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ബോട്ടി, ആടുബോട്ടി, ലിവർ, ചപ്പാത്തി, പൊറോട്ട, പത്തിരി, ദോശ. മോനെ അടിപൊളി. അല്ല, പഠിക്കാൻ എങ്ങനെ ഉഷാറാണോ? ക്ലാസ്സിലൊക്കെ അടിപൊളിയാണോ? എല്ലാത്തിലും A ഗ്രേഡ് ഉണ്ട് അല്ലേ? നല്ല സൂപ്പറായിട്ട് പഠിക്കണം. ഭാവിയിൽ പഠിച്ച് എന്താവാനാണ് ആഗ്രഹം? എനിക്ക് ഒന്നുമില്ല, വലുതാകുമ്പോ എന്താണോ നല്ല ഇത് കിട്ടുന്നത് അതിൽ. നിനക്ക് എന്താണ് ആ സമയത്ത് തോന്നുന്നത് അതാവണം. എന്തായാലും നീ പഠിച്ച് നീ ഇപ്പോൾ ഉള്ള മേഖല നല്ലൊരു വലിയൊരു ബിസിനസ്മാൻ ആവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കണം. ബിസിനസ് താല്പര്യം ഉണ്ടോ? കച്ചവടം ചെയ്യാൻ? അതാണ് താല്പര്യം അല്ലേ? അപ്പോൾ എന്തായാലും അതിന്റെ ബാലപാഠങ്ങളൊക്കെയാണ് ഇവിടുന്ന് പഠിച്ചെടുക്കണം അല്ലേ? അപ്പോൾ പിന്നെ എത്ര മണിക്ക് വരും രാവിലെ? സ്കൂളില്ലാത്തന്ന് ഒരു 10 മണിയൊക്കെ വരും. എന്നിട്ട് വന്നിട്ട് ഇവിടെ നിൽക്കും. വയ്യാന്ന് തോന്നുമ്പോ പോവും. അതോ എങ്ങനെയാണ്? തോന്നാറില്ല അല്ലേ? ആള് ഭയങ്കര ആക്റ്റീവാട്ടോ, ഭയങ്കര രസം. അതുകൊണ്ടാണ് ഞാൻ ഇവരെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം. ഉച്ചക്ക് എന്തൊക്കെ ഉണ്ടാവും? ചോറും പൊറോട്ട, പിന്നെ ചോറ്, ഊണുണ്ടാവും, പിന്നെ ബിരിയാണി ഉണ്ടാവും. ആരൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും പിന്നെ അച്ഛനും അമ്മയും, പിന്നെ അച്ഛൻ വേറെ വീട്ടില. പിന്നെ എനിക്ക് ഉണ്ണി ഉണ്ട് പറഞ്ഞു. ഒരു ഉണ്ണിയുണ്ട്, ഒരു അനിയനുണ്ട് അല്ലേ? അനിയന്റെ പേരെന്താ? സമത്ത്. സമന്തും. നിന്റെ പേര് സമന്ത് അല്ലേ? അല്ല, എന്റെ പേര് സാവന്തും സമന്തും അല്ലേ? സമർത്ത്. ഓ, സമർത്ത്. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല പഠിച്ച് നല്ല ഉഷാറാവട്ടെ. ഇനിയിപ്പോ പിന്നെ ആളുകൾ ഇപ്പോ ബാലവേലയാണ്, അത് അങ്ങനെയൊന്നും അല്ലല്ലോ? ഒരിക്കലും അല്ല, അങ്ങനെയല്ല. എനിക്ക് ഇന്നോട് അങ്ങനെ പറയാം, ഒരിക്കലും അല്ലാതെ പറയാം. പോകാൻ വേണ്ടി നിന്നാട്ടെ, ഇവനെ വീഡിയോ എടുക്കാതെ പോകണം വിചാരിച്ചു. പക്ഷെ ഇവന്റെ പെരുമാറ്റം, ആളുകൾ വരുമ്പോൾ സംസാരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ചായി. അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ ഇവനൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരേ പൊളി. ഇനി ആളുകൾ കുറച്ച് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഞാൻ എന്തായാലും ഉച്ച സമയം കഴിയാറായിട്ടുണ്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഞാൻ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഇവനെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നീ അടുത്ത തവണ വരുമ്പോൾ കാണാം. നമ്മുടെ ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഒന്നുകൂടി പറഞ്ഞോ. നമ്മുടെ കടയുടെ ഷോപ്പ് ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേഷൻ നമ്മുടെ തൃശ്ശൂർ ജില്ലയില് ഇരിഞ്ഞാലക്കുടയുടെ ഉള്ളില് മാപ്രാണല്ലേ, വർണ്ണ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഈ പിന്നെ വർണ്ണ തിയേറ്ററിൽ ഇപ്പൊ ഏതാ സിനിമ കളിക്കണേ? അത് എനിക്കിപ്പോ ക്ലിയർ ആയിട്ട് അറിയില്ല അല്ലേ?
ഓക്കെ. അപ്പൊ ഈ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്ത് തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കടല് അല്ലേ? അപ്പൊ എന്തായാലും നിന്റെ വീഡിയോ കണ്ട് ഈ വഴിക്ക് വരുന്ന ആളുകളൊക്കെ ഇവിടെ മാപ്രാണത്ത് വരും അല്ലേ? വരണമെന്ന് അങ്ങനെ ആഗ്രഹമുണ്ടോ? വരട്ടെ അല്ലേ? ആളുകൾ വന്നിട്ട് ഇപ്പൊ എല്ലാ സുഹൃത്തുക്കൾ ഈ വഴിക്ക് ആരെങ്കിലും പോകുന്നുണ്ട് ഈ കടയിലൊന്ന് ജസ്റ്റ് ഒന്ന് കേടും. നല്ല അടിപൊളി ഹോംലി ഫുഡാണ്, യാതൊരു പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സൂപ്പർ ഫുഡാണ്. ചോറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ചോറും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഒന്നും പറയാമല്ലോ. അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം. നല്ലൊരു ബിസിനസ്മാനായി ഭാവിയിൽ വളരട്ടെ. ഓക്കെ, അപ്പോൾ ബൈ.